ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ? ബനാന വെച്ചിട്ട് ബനാന നട്ട്സ് ബോൾ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഏത്തയ്ക്ക എല്ലാം ഈ നെയ്യിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ, അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി, ആവശ്യത്തിനുള്ള നട്ട്സ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഏത്തയ്ക്കയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പാച്ചില കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് കൊടുക്കുക ഈ ഏത്തയ്ക്ക. നമ്മുടെ ബോൾസിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇത് ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. നല്ല ഉടച്ച് നല്ല ഈ ഒരു പരുവത്തിലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് സീഡും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബോൾസ് എല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ബോൾസ് എല്ലാം ഈ മിക്സിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം അതിലേക്ക് ഓരോന്നോരോന്നായിട്ടൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബനാന നട്ട്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്.